2005 ജനുവരി 14 അന്നാണ് ലോകത്തിന്റെ എല്ലാ ശ്രദ്ധയും പേറി യാത്ര തുടങ്ങിയ ഒരു ദൗത്യം അതിന്റെ ലക്ഷ്യസ്ഥാനത്തു എത്തിയത്. ശനിയുടെ ചന്ദ്രനായ ടൈറ്റന്റെ സമീപത്തെത്തിയതായിരുന്നു ഇരട്ടകളായ കസീനിയും ഹൈഗൻസും. ഇനി ഇവർ ആരൊക്കെ ആണെന്ന് പറയാം. കസീനി ഒരു ഉപഗ്രഹവും ഹൈഗൻസ് ഒരു ലാൻഡർ പ്രോബ് ആണ്. അതായത് ചന്ദ്രയാൻ 3 ദൗത്യത്തിൽ നമ്മൾ വിട്ട വിക്രമിനെ പോലെ തന്നെ. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. 2005 ജനുവരി 14 അതുവരെ ഒരുമിച്ചു യാത്ര ചെയ്ത കസീനിയും ഹൈഗൻസും വേർപിരിഞ്ഞു. കസീനി ശനിയെ വലയം വയ്ക്കാനുള്ള തന്റെ ഐതിഹാസിക യാത്ര തുടർന്നപ്പോൾ ഹൈഗൻസ് ടൈറ്റന്റെ അന്തരീക്ഷത്തിലേക്കിറങ്ങി. മഹാഗ്രഹമായ ശനിയുടെ ചന്ദ്രനെ ലക്ഷ്യം വെച്ച് അന്തരീക്ഷത്തിലൂടെ ആ ചെറിയ ലാൻഡർ പ്രോബ് ടൈറ്റന്റെ പ്രതലത്തിൽ ഇറങ്ങുന്നതിനായിട്ടുള്ള യാത്ര ആരംഭിച്ചു. പൂർണ്ണ അനിശ്ചിതത്വത്തിലായിരുന്നു ഹൈഗൻസിന്റെ യാത്ര. കാരണം ടൈറ്റൻ എന്ന ഗോളത്തെപ്പറ്റി നിറം പിടിപ്പിച്ച ഒട്ടേറെ കഥകളും ഉപഗ്രഹങ്ങൾ എടുത്ത ചിത്രങ്ങളുമല്ലാതെ വ്യക്തമായ ഒരു ധാരണ ശാസ്ത്രജ്ഞർക്കില്ലായിരുന്നു. എങ്ങോട്ടായിരിക്കും ഇത് പോയി ഇറങ്ങുന്നത്? മീഥെയിൻ കടലിലേക്കോ അല്ലെങ്കിൽ കട്ടിയേറിയ പാറകളിലേക്കോ? ടൈറ്റന്റെ പ്രതലത്തെക്കുറിച്ച് യാതൊരു ധാരണകളുമില്ലാതെയാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയിലെ ശാസ്ത്രജ്ഞർ ഹൈഗൻസ് പ്രോബ് ഡിസൈൻ ചെയ്തത്. ടൈറ്റന്റെ അന്തരീക്ഷത്തിലൂടെ തെന്നിയിറങ്ങാൻ മാത്രം ഭാരം കുറച്ചായിരുന്നു പ്രയാബിന്റെ നിർമ്മാണം. ശനിയെ വലം വയ്ക്കുന്ന കസീനിയിലേക്ക് ഹൈഗൻസ് വിവരങ്ങൾ അറിയിക്കും. തുടർന്ന് കസീനി ഭൂമിയിലെ സ്റ്റേഷനിലേക്കും വിവരം നൽകും. അങ്ങനെയായിരുന്നു ആശയവിനിമയം നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. ഡച്ച് ഭൗതികശാസ്ത്രജ്ഞനായ ക്രിസ്ത്യൻ ഹൈഗൻസിന്റെ സ്മരണാർത്ഥമാണ് പ്രയാബിന് ആ പേര് നൽകിയത്. ഹൈഗൻസ് ആണ് 1655 ടൈറ്റൻ ഉപഗ്രഹത്തെ കണ്ടെത്തിയത്. കസീനി ഹൈഗൻസ് ദൗത്യം ഒരു സംയുക്ത ദൗത്യമായിരുന്നു. നാസയായിരുന്നു കസീനിയെ നിർമ്മിച്ചത്, ഹൈഗൻസിനെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയും. തുടക്കം മുതൽ ഒടുക്കം വരെ വിജയമായ ഒരു സങ്കീർണ ബഹിരാകാശ ദൗത്യമായിരുന്നു കസീനി ഹൈഗൻസ്. ടൈറ്റനിലേക്കുള്ള ആദ്യ തെന്നിയിറക്കത്തിൽ തന്നെ നിർണായകമായ ഒരു വിവരം ഹൈഗൻസ് മനുഷ്യവംശത്തിന് നൽകി. ടൈറ്റന്റെ അന്തരീക്ഷം നൈട്രജൻ, മീഥെയിൻ എന്നീ വാതകങ്ങൾ നിറഞ്ഞതാണ് എന്നതായിരുന്നു അത്. വളരെ കുറച്ച് സമയം മാത്രമാണ് ഹൈഗൻസ് പ്രവർത്തിച്ചത്, ഏകദേശം 1.25 മണിക്കൂർ മാത്രം. എന്നാൽ ആ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ നൂറുകണക്കിന് ചിത്രങ്ങൾ പ്രോബ് അയച്ചുകൊടുത്തു. ടൈറ്റനെക്കുറിച്ച് ലോകത്തിന് ഒട്ടേറെ പുതിയ അറിവുകൾ നൽകിയ ചിത്രങ്ങൾ ആയിരുന്നു അവയൊക്കെ. ഭൂമിയിലെ പോലെ തന്നെ ഒരു വറ്റിവരണ്ട നദീശൃംഖലയുടെ ചിത്രം ഹൈഗൻസിൽ നിന്നു ലഭിച്ചു. താഴ്വരകളും വമ്പൻ പർവ്വതങ്ങളുമൊക്കെ ടൈറ്റനിലുണ്ടെന്ന് തെളിഞ്ഞു. ഇവ മീഥെയിൻ ഒഴുകുന്ന നദികളാകാമെന്നാണ് ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നത്. ഭൂമിയിലല്ലാതെ മറ്റൊരു സ്ഥലത്ത് ദ്രാവകം കണ്ടെത്തിയതും അതാദ്യമാണ്. അതുമാത്രമല്ല, തോലിൻ എന്നറിയപ്പെടുന്ന രാസതന്മാത്രകളോട് സാമ്യമുള്ള സംയുക്തങ്ങളെയും ഹൈഗൻസ് കണ്ടെത്തി. ജീവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തന്മാത്രകളാണ് തോലിനുകൾ. പുതിയ കണ്ടെത്തൽ ടൈറ്റനിൽ ജീവൻ ഉണ്ടാകുമോ എന്ന വലിയ ചോദ്യം ഉയർത്തിവിട്ടു. ഇന്ന് സൗരയൂഥത്തിനകത്ത് ജീവസാധ്യത കൽപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് ടൈറ്റൻ ഉപഗ്രഹമാണ്. ഹൈഗൻസിനെ ടൈറ്റനിലേക്ക് കൊണ്ടുപോയ കസീനി പിന്നീട് 1.5 പതിറ്റാണ്ടോളം സൗരയൂഥത്തിന്റെ വിദൂര സ്ഥലങ്ങളിൽ നിരീക്ഷണം നടത്തി. ഒട്ടേറെ വിവരങ്ങളും നൽകി. എന്നാൽ ഇതിനേക്കാൾ ഒട്ടും ചെറുതല്ല ഹൈഗൻസ് 1.5 മണിക്കൂറിൽ നമുക്ക് നൽകിയ വിവരങ്ങൾ. ഭൂമിക്ക് വെളിയിൽ ഏറ്റവും ദൂരത്ത് ഇതുവരെ ഇറക്കിയിട്ടുള്ള ലാൻഡർ പ്രോബ് എന്ന പേര് ഇന്നും ഹൈഗൻസിന് സ്വന്തം. ഹൈഗൻസിന്റെ കൂട്ടാളിയായിരുന്ന കസീനി 5 വർഷം മുൻപ് ശനിയുടെ ആഴങ്ങളിലേക്ക് ഇടിച്ചിറങ്ങി. ഒരു പക്ഷേ ടൈറ്റന്റെ പ്രതലത്തിൽ ഇന്നും ഹൈഗൻസ് വിശ്രമിക്കുന്നുണ്ടാകും.